അതിശക്തമായ നിലപാടുകളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും പലപ്പോഴും വിറപ്പിച്ചിട്ടുള്ള NSSും സുകുമാരൻ നായരും ഇപ്പോൾ കോൺഗ്രസിന് നേരെയും പരോക്ഷമായി വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ NSSന്റെ നിലപാടുകൾ ആർക്ക് നിർണായകമാകും? BJPക്ക് അനുകൂലമായി മാറുമോ? അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനത്തിൽ പരോക്ഷ വിമർശനവുമായി NSS. രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്ദയാണെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വിമർശിച്ചു. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ്. അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല. ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ NSS സഹകരിച്ചിരുന്നു. ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയല്ല NSS നിലപാടെന്നും വാർത്താക്കുറിപ്പിൽ സുകുമാരൻ നായർ പറയുകയാണ്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന AICC പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് NSSന്റെ വാർത്താക്കുറിപ്പ്. എന്നാൽ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞ് NSS വിമർശിക്കുന്നില്ല. അതേസമയം NSSന്റേത് വ്യക്തതയുള്ള നിലപാടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. നിലപാട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. NSS അഭിമാനമാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും പങ്കെടുക്കില്ലെന്ന് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 3-നായിരുന്നു നേതാക്കളെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചത്. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു.